ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KT പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് 2019 സ്കീം. അപ്പോൾ അതിലെ MET 303 കോഴ്സ് നെയിം തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു തെർമലിൻ്റെ പേപ്പർ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് നോർമൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ബാക്കി സബ്ജക്റ്റ് ചെയ്യുന്ന സ്റ്റീം ടേബിൾസോ ഇല്ല റെഫ്രിജറേഷൻ ടേബിൾസ് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പല പല പ്രോബ്ലംസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീം ടേബിൾസ് നിങ്ങളുടെ കയ്യിൽ വേണം ഈ ഒരു എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസ് മോഡ്യൂൾ 1 ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മോഡ്യൂൾ 1 നമുക്ക് വരുന്നത് സ്റ്റീം എഞ്ചിനീയറിംഗിലെ റാങ്കൈൻ സൈക്കിൾ വരുന്നുണ്ട്, മോഡിഫൈഡ് ആയിട്ടുള്ള റാങ്കൈൻ സൈക്കിൾ, റിലേറ്റീവ് എഫിഷ്യൻസി വരുന്നുണ്ട്, പിന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്റ്റീം സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ റീഹീറ്റിംഗ്, റീജനറേറ്റീവ്സ് അങ്ങനത്തെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റീം ബോയിലേഴ്സ്, എന്താണ് ബോയിലർ, പല ടൈപ്സ് ബോയിലേഴ്സ് വരുന്നുണ്ട്, ബാബ്കോക്ക്, വിൽകോക്സ്, ബെൻസൺ, അങ്ങനെ പല ടൈപ്പ് ബോയിലേഴ്സ്. പിന്നെ അതേപോലെ തന്നെ നോസിൽസ്, അതിൽ നിന്നുള്ള പ്രോബ്ലംസ് മിക്കപ്പോഴും ഉള്ളതാണ്. ടൈപ്സ് ഓഫ് നോസിൽ, വെലോസിറ്റി ഓഫ് സ്റ്റീം, മാസ് ഫ്ലോ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ സൂപ്പർ സാച്ചുറേറ്റഡ് ഫ്ലോസ്. സോ ഇത്രയാണ് നമുക്ക് മോഡ്യൂൾ 1 വരുന്നത്. അപ്പോൾ മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് പാർട്ട് എ. നിങ്ങൾക്ക് അറിയാം പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. സോ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് 1 അഡ്വാൻറ്റേജ് ആൻഡ് 1 ഡിസഡ്വാൻറ്റേജ് ഓഫ് റീഹീറ്റ് സൈക്കിൾ ആൻഡ് ഓഫ് റീജനറേറ്റീവ് സൈക്കിൾ. റീഹീറ്റ് സൈക്കിളിൻ്റെയും റീജനറേറ്റീവ് സൈക്കിളിൻ്റെയും ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ചോദിച്ചേക്കുന്നത്. ഒരെണ്ണം ചോദിച്ചിട്ടുള്ളൂ, ഒരെണ്ണം എഴുതിയാൽ മതി. ഞാനിവിടെ 1-2 പറയും. മീൻസ് ഇലാബറേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ 2 ചോദിച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഞാൻ കൺവേ ചെയ്യണതാണ്. അപ്പോൾ ഈ സെഷനിൽ ഞാൻ ഇപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ആയാലും 1-2 പോയിന്റ്സ് കൂടുതൽ പറയണം. മേ ബി 2 മാർക്കിനില്ല 3 മാർക്കിനൊക്കെ ഇത്രയും കൂടി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റീഹീറ്റിൻ്റെയും റീജനറേറ്റീവിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ചോദിച്ചേക്കുന്നത്. ആദ്യം തന്നെ റീജനറേറ്റീവ് പവർ സൈക്കിളിൻ്റെ അഡ്വാൻറ്റേജ് നോക്കണമെങ്കിൽ എന്താണ്, ഹീറ്റിംഗ് പ്രോസസ്സ് കളക്റ്റഡ് ടെൻസ് റിവേഴ്സിബിൾ ആണ്. അതേപോലെ തെർമൽ സ്ട്രെസ്സുകൾ മിനിമൈസ് ചെയ്യാം. സ്റ്റീം കണ്ടൻസർ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ടർബൈൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ഡിക്രീസിങ് ടർബൈൻ ഡാമേജ് കുറവായിരിക്കും. ഇതൊക്കെ അഡ്വാൻറ്റേജിൽ വന്നാണ്. ഇതിൽ ഒരെണ്ണം എഴുതിയാൽ മതി. അതേപോലെ തന്നെ റീഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാൻ നേരത്ത് ഇൻക്രീസിങ് ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ തെർമൽ എഫിഷ്യൻസി കൂട്ടും. പിന്നെ വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് സ്റ്റീം ആൻഡ് ദീസ് റിസൾട്ട്സ് ഇൻ റെഡ്യൂസ് സൈസ് ഓഫ് ബോയിലറിൻ്റെ സൈസ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ റീഹീറ്റിൻ്റെയും റീജനറേറ്റീവിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുതിയാൽ മതി, അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റീഹീറ്റിങ്ങിന് ഒരുപാട് മെയിൻ്റനൻസ് കൂടുതലാണ്. അതേപോലെ തെർമൽ എഫിഷ്യൻസി കൂടുമ്പോൾ നോട്ട് അപ്രീസിബിൾ കമ്പാരിസൺ ടു എക്സ്പെൻഡിച്ചർ ഇൻക്രീസിങ് അല്ലേ. എക്സ്പെൻഡിച്ചർ കൂടുന്നതിനനുസരിച്ചുള്ള ഒരു ഇൻക്രീസ് അതിൻ്റെ എഫിഷ്യൻസിക്ക് ഇല്ല. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കാൻ നേരത്ത് നമ്മുടെ റീജനറേറ്റീവിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാൻ നേരത്ത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും, കോസ്റ്റ് കൂടും. ആഡഡ് ഹീറ്റർ എന്ന് പറയാൻ നേരത്ത് മെയിൻ്റനൻസ് ഒന്നുകൂടി കൂടുതലായിരിക്കും. അതേപോലെ ഈവൻ പവർ ലാർജ് കപ്പാസിറ്റി ബോയിലർ നമുക്ക് ആവശ്യം വരും. ക്ലിയർ? അപ്പോൾ ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി പാർട്ട് എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ നോസൽ എഫിഷ്യൻസി ആൻഡ് എക്സ്പ്ലെയിൻ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഓൺ നോസൽ എഫിഷ്യൻസി. എന്താണ് നോസൽ എഫിഷ്യൻസി, അതേപോലെ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് എന്താണ്, ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നോസൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദി സ്റ്റീം ജെറ്റ് ടു ദി ടോട്ടൽ ഇൻപുട്ട് എനർജി അല്ലേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കാൻ ഇതെന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ ഒരു മാർക്ക്, എന്താണ് നോസൽ എഫിഷ്യൻസി. രണ്ടാമത് അതിൻ്റെ ഒരു HS ഡയഗ്രാം. എഫിഷ്യൻസി നമ്മൾ എടുക്കാൻ നേരത്ത് 1 to 2 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോസസ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഐസെൻട്രോപിക് പ്രോസസ്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഇതാണല്ലോ നമ്മൾ എഫിഷ്യൻസി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു HS ഡയഗ്രാം പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻ നോട്ട് ഡൗൺ ചെയ്ത് കാണിക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഓൺ നോസൽ എഫിഷ്യൻസിയാണ്. അപ്പോൾ റിഡക്ഷൻ ഇൻ എൻതാൽപ്പി ഡ്രോപ്പ് ഉണ്ടാവും. അതേപോലെ റീഹീറ്റിംഗ് ഓഫ് സ്റ്റീം ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് വേപ്പർ അറ്റ് എക്സിസ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് അല്ലേ. ഫ്രിക്ഷൻ കാരണമുള്ള എഫക്റ്റ് എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഓൺ നോസൽ എഫിഷ്യൻസി. അപ്പോൾ എൻതാൽപ്പി കുറയും. അതേപോലെ റീഹീറ്റിംഗ് ഓഫ് സ്റ്റീം ദാറ്റ് ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് വേപ്പർ അറ്റ് എക്സിസ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് വേണം. അപ്പോൾ നമ്മളൊരു എക്സാം എന്നുള്ള ഉത്തരം എഴുതുമ്പോൾ കറക്റ്റ് ആൻസർ ഒരു പോയിന്റിന് വേണ്ടി അല്ലേ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 3 മാർക്കിന് എഴുതിയാൽ മതി. കൂടുതൽ എഴുതിയെന്ന് വെച്ചാൽ ഒരുപാട് മാർക്ക് നമുക്ക് കിട്ടില്ല, പ്രത്യേകിച്ച് തിയറി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ഗ്രാഫിക്കൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ കാണിക്കുക, ആ രീതിയിൽ കൺവേ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള പാർട്ട് ബിയിലേക്ക് നമുക്ക് പോവാം. പാർട്ട് ബിയിലെ 11th ക്വസ്റ്റ്യൻ ആണ്. 2 ഉണ്ട്, എയും ബിയും.
എ ക്വസ്റ്റ്യൻ 8 മാർക്കാണ്, ബി ക്വസ്റ്റ്യൻ ഒരു തിയറിയാണ് 6 മാർക്കാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ റാങ്കിങ് സൈക്കിളിൽ നിന്ന് മിക്കപ്പോഴും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സിമ്പിളാണ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് റാങ്കിങ് സൈക്കിൾ അല്ലേ. H1 കിട്ടി, അവിടെ നിന്ന് H2, S1, S2, S3, S4 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണേണ്. തുടക്കത്തെ പൊട്ടിക്കഴിഞ്ഞാൽ മാല വരെ താഴെ വരെ പൊട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിച്ച് ഓരോ പോയിൻറ്റ്സും, അതും സ്റ്റീം ടേബിൾസ് നിങ്ങൾ നോക്കാം, സ്റ്റീം ടേബിൾ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഐഡിയൽ റാങ്കിങ് സൈക്കിൾ പറഞ്ഞിട്ടുണ്ട്. ടർബൈനിൽ 80 ബാർ കയറുന്നുണ്ട്. സാച്ചുറേറ്റഡ് ലിക്വിഡ് എക്സിറ്റ് കണ്ടൻസർ 0.08 ബാർ ആണ്. നെറ്റ് പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 100 മെഗാവാട്ട് വന്നിട്ടുണ്ട്. ടർബൈൻ ഹാവിങ് ഐസെൻട്രോപിക് എഫിഷ്യൻസി 85% പറഞ്ഞിട്ടുണ്ട്. തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുക, മാസ് ഫ്ലോ റേറ്റ്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഇത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ ബേസിക്കലി റാങ്കിങ് സൈക്കിൾ എന്താണെന്ന് അറിയുക. നമുക്ക് റാങ്കിങ് സൈക്കിളിൽ 4 കമ്പോണൻസ് ആണ്, ബോയിലർ, ടർബൈന്, പിന്നെ ഒരു കണ്ടൻസർ, ഒരു പമ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് പറയാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റാങ്കിങ് സൈക്കിൾ എന്താണെന്നായിരിക്കാം. അപ്പോൾ നോർമലി എന്താ റാങ്കിങ് സൈക്കിൾ കൺസിഡർ ചെയ്യുന്നത്, ഇനീഷ്യലി വാട്ടറിനെ നമ്മൾ പമ്പ് ചെയ്ത് ബോയിലറിലേക്ക് എത്തിക്കും. ബോയിലറിൽ അതിനെ ഹീറ്റ് ചെയ്യും, അത് ടർബൈനിലേക്ക് പോകുന്നു അല്ലേ, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു, നമുക്ക് വർക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടൻസറിലേക്ക് വന്ന് അവിടെ ഹീറ്റ് റിലീസ് ആവുന്നു, പിന്നെയും വാട്ടർ പമ്പിലേക്ക് വരുന്നത്. ഇതാണ് സർക്കിൾ വന്ന് നമുക്ക് ഇവിടെ നിന്ന് വേണ്ട എനർജി കിട്ടും. അപ്പോൾ ഇവിടെ എനർജി ടർബൈനിൽ നിന്ന് എനർജി നമുക്ക് കിട്ടും, പമ്പിൽ എനർജി പോകും. അതേപോലെ ബോയിലറിൽ ഹീറ്റ് ഇന്ന്, കണ്ടൻസറിൽ ഹീറ്റ് ഔട്ട്. നമ്മൾ TS ഡയഗ്രം നോക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വന്നത്. ഈ ക്വസ്റ്റ്യനിൽ 2 പ്രഷർ പറഞ്ഞിട്ടുണ്ട്, 0.08 8. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്ന നേരത്തെ എന്താണ്, ഇതിൽ പറഞ്ഞേക്കുന്ന ഫ്ലൂയിഡ് സാച്ചുറേറ്റഡ് വേപ്പറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ സ്റ്റീം ആവാം, ഇല്ല പല രീതിയിലുള്ള ഫ്ലൂയിഡ്സ് പറയും. അപ്പോൾ ഏതാണോ ഫ്ലൂയിഡ്സ് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യുന്നതാണ്. 8 കമ്പോണന്റ് ഓഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, കൺട്രോൾ വോളിയം സ്റ്റഡി സ്റ്റേറ്റ് ആണ്, ഓൾ പ്രോസസ് വർക്കിംഗ് ഫ്ലൂയിഡ് റിവേഴ്സിബിൾ ആണ്, ടർബൈൻ പമ്പ് അഡയബാറ്റിക്കലി ആണ്, കൈൻഡിക് ആൻഡ് പൊട്ടൻഷ്യൽ നെഗ്ലിജിബിൾ ആണ്, സാച്ചുറേറ്റഡ് വേപ്പറാണ് ടർബൈനിൽ കയറണം എന്ന് പറഞ്ഞാൽ കുറച്ച് അസംഷൻസ് എടുക്കും. സ്റ്റീം ടേബിൾ വേണം. സ്റ്റീം ടേബിൾ 83 പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓരോ പോയിന്റും ബേസ് ചെയ്തിട്ട് H1ൻ്റെ വാല്യൂ 2758 വരും, S1 എന്ന് പറഞ്ഞാൽ 5.74. നിങ്ങൾ സ്റ്റീം ടേബിൾ നോക്കുക, അവിടെ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന പ്രഷറിൻ്റെയും ഇതിൻ്റെയും ബേസ് ചെയ്തിട്ട് എന്താ കറസ്പോണ്ടിങ് H1ഉം S1ഉം കിട്ടി. ഇനി S2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രഷർ വെച്ചിട്ട് എന്താ ഫിക്സ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താണ് X2 കണ്ടുപിടിക്കാം. X2 = S2 - F / Sg - SF ആണ് അതിൻ്റെ ഗ്യാഷ്യസും ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഞാനത് കറക്റ്റ് പോയിന്റ് വൈസാണ് പറഞ്ഞു പോണത്. SG എന്താണ്, SF എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇൻ ഡീറ്റെയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിലാണ് പോകുന്നത്. ഗ്യാഷ്യസ് സ്റ്റേജ്, ഫ്ലൂയിഡ് അല്ലേ, ആ ഡോം നോക്കാൻ നേരത്ത് ഇപ്പുറത്തേക്കും ആ 2 സൈഡിലേക്കാണ് നമ്മൾ നോക്കണം അല്ലേ. പ്രോസസ്സ് നമ്മൾ നോക്കണം ബേസ് ചെയ്ത് 1 2 3 4. അപ്പോൾ ബോയിലറിൽ എത്താൻ നേരത്തെ എല്ലാം സ്റ്റീം ഈ സൈഡിലേക്ക് വരുന്ന പോയിന്റ്, മറ്റേതെന്ന് പറഞ്ഞാൽ 1 2 അല്ലേ. അപ്പോൾ സ്റ്റീമിൻ്റെ കേസുകളും ഉണ്ട്, അതേപോലെ എന്താ വാട്ടർ അല്ലേ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ സൂപ്പർ കൂൾഡിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് Gയും F വരുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് X2 കിട്ടും. X2 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്താ H2 ആണ്. H2 = HF + X2 × HFG ആണ്. അവിടെ നമുക്ക് എന്താ H2 കണ്ടുപിടിക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താണ് സ്റ്റേറ്റ് 3 സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് H3 കിട്ടും 173.88. അവിടെ നമുക്ക് എന്താണ് H4 കണ്ടുപിടിക്കാനായിട്ട് H3+ നമുക്ക് എന്താ വർക്കിൻ്റെ ബേസ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്യുക. H4 = H3 + U3 × P4 - P3. A3 ടേബിളിൽ നിന്ന് വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H4ൻ്റെ വാല്യൂ എന്താ 181.9 കിട്ടും. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പവർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കേസാണ് അല്ലേ. ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് തെർമൽ എഫിഷ്യൻസി ഉണ്ട്, മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ എഫിഷ്യൻസി വേണമെങ്കിൽ നമുക്ക് എന്താ കറസ്പോണ്ടിങ് പവറിൻ്റെ ബേസിലാണ് പോകുന്നത്. അപ്പോൾ നെറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താ ടർബൈൻ പവറിൽ നിന്ന് പമ്പിൻ്റെ പവർ മൈനസ് ചെയ്യുക. അപ്പോൾ അത് മാസ് ഫ്ലോ റേറ്റിൻ്റെ ബേസിൽ ടർബൈൻ ബൈ മാസ് ഫ്ലോ റേറ്റ് = H1 - H2, പമ്പ് ബൈ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ H4 - H3 ആണ്. അതേപോലെ ഹീറ്റ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ H1 - H4 ആണ്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ നെറ്റ് പവർ ബൈ ഹീറ്റ്. അപ്പോൾ അതിൽ നിന്ന് റിലേഷൻ ഇക്വേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി എന്താ 37.1% കിട്ടും. ക്ലിയർ. ഇനി മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് മാസ് ഫ്ലോ റേറ്റ് = വർക്ക് ബൈ H1 - H2 - H4 - H3. ഇപ്പോൾ കണ്ടുപിടിച്ച റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മാസ് ഫ്ലോ റേറ്റ് എന്താ 3.77 × 10⁵ kg/h എന്ന് കിട്ടും. ഓക്കെ, ഇനി ഹീറ്റാണ്. ഹീറ്റ് ചിലപ്പോൾ നമ്മളോട് ഇന്ന് കണ്ടുപിടിക്കാൻ പറയും, ഔട്ട് കണ്ടുപിടിക്കാൻ പറയും.
ഇന്നാണെങ്കിൽ എം ഇൻറ്റു H1 മൈനസ് H4 ആണ്, ഔട്ടാണെങ്കിൽ എം ഇൻറ്റു H2 മൈനസ് H3 ആണ്. കറസ്പോണ്ടിങ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ ഹീറ്റ് ഇന്ന് ഹീറ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ഈ വാല്യൂസ് നമ്മളൊരു പോയിന്റ് വാല്യൂ മാറിയാൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ നേരിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും ജനറലി ഈ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങൾ ചെയ്ത് വരിക, ഒരു ജനറൽ ഇക്വേഷൻ കിട്ടും. അത് ഏതാണ് സ്റ്റേറ്റ് എന്നുള്ള ബേസ് ചെയ്തിട്ട് എന്താ എടുത്ത് ചെയ്യുക. ഓക്കെ, ഇതേ കൺസെപ്റ്റ് തന്നെയാണ് എല്ലാ പ്രോബ്ലത്തിലും പോകുന്നത്. H1 കണ്ടുപിടിക്കുക, അവിടെ നിന്ന് H2 കണക്ട് ചെയ്യുക, അത് സാച്ചുറേറ്റഡ് ആണോ സൂപ്പർ ഹീറ്റഡ് ആണോ നോക്കുക, അതിനനുസരിച്ച് വാല്യൂസ് എടുക്കുക ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിൾ വൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നോർമലി വരുന്ന ആൻസേഴ്സ് എന്ന് പറയുമ്പോഴേക്കും തെർമൽ എഫിഷ്യൻസി, മാസ് ഫ്ലോ റേറ്റ്, റേറ്റ് ഓഫ് ഹീറ്റ് ബോയിലർ, ഈ രീതിയിലാണ് ആൻസേഴ്സ് വരുന്നത്. ഓരോന്നും കണ്ടുപിടിക്കുന്നത് H1 എത്ര, H2, H3 വാല്യൂസ്, H1 2759 ആണ്, H2 0.67, ഈ ഒരു രീതിയിലാണ് ആൻസർ കീയിൽ നമുക്ക് എന്താണ് വാല്യൂസ് പുട്ട് ചെയ്തേക്കണം. പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ആ ഒരു ഫുൾ പോയിന്റ് എടുക്കുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ താഴത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് പറയേണ്ട, കറക്റ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് എഴുതിയാൽ മതി. അതിനനുസരിച്ച് ചെറിയ ഫ്ലക്ച്വേഷൻ വന്നാലും നിങ്ങൾക്ക് എന്താണ് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് അതിൻ്റെ സബ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫിഗർ എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു നീറ്റ് ഫിഗർ വേണം, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്, ബാബ്കോക്സ് ആൻഡ് വിൽകോക്സ് ബോയിലർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇനീഷ്യലി ഫിഗർ വരയ്ക്കുക, പാർട്സ് പറയുക. നമുക്കൊരു ഡ്രം ഉണ്ട്, അതേപോലെ പൈപ്സ് ഉണ്ട്, ഗേജ് ഉണ്ട്, ഫീഡ് ചെക്ക് വാൽവ് ഉണ്ട്, സേഫ്റ്റി വാൽവ് ഉണ്ട്, സൂപ്പർ ഹീറ്റഡ് ട്യൂബ്സ് ഉണ്ട്, ഡൗൺ ടേക്ക് ഹീറ്റേഴ്സ് ഉണ്ട്, മഡ് കളക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കിംഗ്. ബോയിലർ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അതിൻ്റെ വാട്ടർ വരുന്നത്, ഈ ഒരു സെക്ഷനിലാണ് അതിൻ്റെ വാട്ടർ വരുന്നത്. എന്നിട്ട് നമുക്കിവിടെ കാണാം, ഇവിടെ നിന്നൊരു പൈപ്പ് ഇൻ വരുന്നുണ്ട്, ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ ഗ്രേറ്റ് സെക്ഷനിലാണ് ഈ കോള് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റീം ഇവിടെ വരുന്നു, വാട്ടർ ഇവിടെ നിന്നാണ് ഇനി വരുന്നത്. ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ കൂടി വെള്ളം മേളിലേക്ക് ഫ്ലോ ചെയ്യണേ. അങ്ങനെ മേളിലേക്ക് ഫ്ലോ ചെയ്യാൻ കാരണം ഡെൻസിറ്റി ചേഞ്ച് ആകും. കാരണം ഹീറ്റ് ചെയ്യാൻ നേരത്ത് ഡെൻസിറ്റി കുറയുമ്പോൾ ഈ ചൂടായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങോട്ടേക്ക് കയറും. അപ്പോൾ പിന്നെയും തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങോട്ടേക്ക് വരും. സോ ഇവിടെ നിന്നുള്ള ഹീറ്റ് കാരണം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഹീറ്റായി മേളിലേക്ക് വരുന്നു. അതേപോലെ ഇതിൻ്റെ ഫ്യൂംസ്, കത്തണ ആ ഫ്യൂംസ് ഇങ്ങനെ പാസ് ചെയ്ത് ഈ ഒരു രീതിയിൽ അതിൻ്റെ പാസേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫ്യൂംസ് ഇങ്ങനെ ഇരിക്കും പോകണം, ഈ വരി വന്നിട്ട് ലീവ് ചെയ്യും. അതേപോലെ ഈ വാട്ടർ ഇതേ കൂടെ വരാൻ നേരത്ത് ചിലപ്പോൾ അതിൽ മഡോ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വന്നിട്ട് എന്താണ് ഈ മഡ് കളക്ടറിൽ വന്നാണ് കളക്ട് ചെയ്യണം. അത് അവിടെ കൂടി നമുക്ക് എന്താ എക്സിസ്റ്റ് എടുക്കാൻ പറ്റും. അതേപോലെ ഈ ഫ്യൂംസ് വരുന്നത് ഇവിടെ കൂടെ എന്താ ഇജക്റ്റ് ആവും. ഇനി നല്ല ഹീറ്റ് ആവുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്റ്റോപ്പ് വാൽവ് ഉണ്ട്, അതേപോലെ ആൻറ്റി പ്രൈമിങ് പൈപ്പ് ഉണ്ട്. സോ ഈ ഒരു ഹൈ ഹീറ്റ് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള വഴിയുണ്ട്. കാരണം ഓവർ ഹീറ്റ് വന്നതിന് ഈ സേഫ്റ്റി വാൽവ് കാര്യങ്ങൾ, പ്രഷർ ഗേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താ മെൻഷൻ ചെയ്യാം. ഇനി ഇതിൻ്റെ വാട്ടർ ലെവൽ കാര്യങ്ങൾ ഇവിടെ ഇൻഡിക്കേറ്റ് ആവും. ഓവറായിട്ട് വരുന്ന സ്റ്റീംസ് കാര്യങ്ങൾ എന്താ മേളിലായിരിക്കും എന്ത് നിൽക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. കോള് ഗ്രേറ്റിലേക്ക് ഫെഡ് ചെയ്യുന്നു. ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർ ഡ്രോം, ഹോട്ട് എക്സോസ് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും അപ്വേർഡ്സ്, ബാഫിൽസ് എന്താ ഫ്ലൂ ഗ്യാസിനെ ഡിഫ്ലക്ട് ചെയ്യും, സിക്സാക് മാനറിൽ എന്താ അത് ഫ്ലോ ചെയ്യും. വാട്ടർ ട്യൂബ്സ് ജസ്റ്റ് അബവ് ദി ഫർണസ് ആണ്, ഹീറ്റിംഗ് കംപ്ലീറ്റ് ടു ഹയർ ടെമ്പറേച്ചർ, റെസ്റ്റ് ഓഫ് ഇറ്റ് വാട്ടർ റൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഡ്രമ്മിലേക്ക് വരുന്നു. കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ആണ് ഡ്രമ്മിൽ നിന്ന് വാട്ടർ ട്യൂബ്. നമുക്കൊരു നേച്ചർ സർക്കുലേഷൻ പോലെ തന്നെയല്ലേ, നാച്ചുറലായിട്ട് എന്താ അവിടെ ഒക്കെ അറിയുന്ന രീതിയിലാണ്. ബോയിലർ പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളുണ്ടാവും, സ്റ്റോപ്പ് വാൽവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ മഡ് റിമൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സോ അതിൻ്റെ വർക്കിംഗ് പറയുക, ഫിഗർ വരയ്ക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ബോയിലേഴ്സ് പല ടൈപ്പ് ബോയിലേഴ്സ് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബോയിലർ തന്നെയാണോന്നില്ല, പല ടൈപ്പ് ബോയിലേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏത് ക്വസ്റ്റ്യൻ വേണ്ടി വരാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ വരയ്ക്കുക, പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ പ്രോസസ്സ് പറയാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് പാർട്ട് ബിയിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12A and B. അതിലൊരു പ്രോബ്ലം, ഒരു തിയറി ക്വസ്റ്റ്യനും ഉണ്ട്. പ്രോബ്ലം സിമ്പിളാണ്. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എൻറ്റേഴ്സ് എ ഫ്രിക്ഷൻലെസ് അഡിയാബാറ്റിക് നോസിൽ with negligible velocity at a temperature of 300 degrees Celsius. It is then expanded to a pressure of 40 bar for a mass flow rate of 4 kg per second. Calculate the exit velocity of steam. എക്സിറ്റ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീം ടേബിൾ എടുക്കുക, അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് 300 ഡിഗ്രി സെൽഷ്യസും 40 ബാറുമാണ് പറഞ്ഞേക്കുന്നത്. സോ 300 ഡിഗ്രി സെൽഷ്യസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള H1
നമുക്ക് 2751 കിട്ടും. അതേപോലെ തന്നെ എൻട്രോപ്പി S1 എന്ന് പറഞ്ഞാൽ എന്താണ് 5.7081 കിട്ടും. സോ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഈ ടേബിളിൽ നിന്ന് വേണം നമ്മൾ അല്ലേ സ്റ്റീം ടേബിൾ എടുക്കുക. അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ മനസ്സിലാവണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. അപ്പോൾ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ H1ഉം S1ഉം നമുക്ക് എന്താ കിട്ടും. ഇനി S1 എന്ന് പറഞ്ഞാൽ എന്താണ് S2നോട് ഈക്വൽ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ SF2 പ്ലസ് X2 ഇൻറ്റു SG2 മൈനസ് SF2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, S1 അറിയാം, അതെന്ന് പറഞ്ഞാൽ എന്താ S2നോട് ഈക്വൽ ആണ്. അവിടെ നിന്ന് നമുക്ക് എന്താണ് X2 കണ്ടുപിടിക്കാം. X2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ H2 കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. H2 ഈക്വൽ ടു HF2 പ്ലസ് X2 ഇൻറ്റു HG2 മൈനസ് HF2. സോ സെക്കൻഡ് പോയിന്റിൽ നിന്ന് HF2ഉം HG2ഉം കൂട്ടി X2 നമുക്ക് ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ H2 കിട്ടും. H2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ് എക്സിറ്റ് വെലോസിറ്റിയാണ്. എക്സിറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ഫ്ലോ ഇക്വേഷനോ ഏതെടുത്താലും H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2 എന്നാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് വേണ്ടത് എക്സിറ്റ് വെലോസിറ്റി ആണ്. അപ്പോൾ V നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ V2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു നമ്മൾ H2 ബേസ് ചെയ്ത് V2 ആണ് എടുക്കണമെങ്കിൽ H1 മൈനസ് H2 ആ രീതിയിൽ നമുക്ക് എന്താ റിലേഷൻ വരും അല്ലേ. അപ്പോൾ സെയിം നമുക്ക് ഇനീഷ്യലി നമുക്ക് എന്താണ് H1 കിട്ടി 2751 ആണ്. X2 കണ്ടുപിടിക്കും 0.8897. അവിടെ നിന്ന് H2 കിട്ടും 2611 ആണ്. അപ്പോൾ എക്സിറ്റ് വെലോസിറ്റി എന്ന് പറയുന്നിടത്ത് ആ റിലേഷനിൽ പുട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എന്താണ് എക്സിറ്റ് വെലോസിറ്റി നമുക്ക് മാസ് ഫ്ലോ റേറ്റിൻ്റെ ബേസിലും ഡെൻസിറ്റി വെലോസിറ്റി ഏരിയ ബേസിലും നമുക്ക് ചെയ്യാം. അങ്ങനെ പല എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അതിൽ പുട്ട് ചെയ്ത് നമുക്ക് എന്താ എക്സിറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ 528.5 നമുക്ക് എന്താ അച്ചീവ് ചെയ്യും. ക്ലിയർ. അപ്പോൾ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയടിക്ക് നമുക്ക് 8 മാർക്ക് വാങ്ങിക്കാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറസ്പോണ്ടിങ് മാസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് എക്സ്പ്ലെയിൻ എന്താ റീജനറേറ്റീവ് സൈക്കിൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് TS ഡയഗ്രാം. TS ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടുകൂടി എന്താ റീജനറേറ്റീവ് സൈക്കിളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നോർമൽ നമുക്ക് റാങ്കിങ് സൈക്കിൾ അറിയാം അല്ലേ. ബോയിലറിൽ നിന്ന് ടർബൈനിലേക്ക് വരുന്നു, ടർബൈനിൽ നിന്ന് കണ്ടൻസർ, കണ്ടൻസറിൽ നിന്ന് പമ്പ്, പിന്നെയും ബോയിലർ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോയിലറിലേക്ക് കയറാൻ നേരത്ത് പമ്പ് വരുമ്പോൾ അത് ചിലപ്പോൾ വാട്ടറാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ അത് സൂപ്പർ കൂൾഡ് വാട്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കണ്ടൻസറിൽ കൂടെ ഫുള്ളി ഹീറ്റ് പോയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ പമ്പിൽ വരുമ്പോഴേക്കും പമ്പിൽ നിന്ന് വാട്ടർ കറക്കി ബോയിലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോയിലറിന് സഫിഷ്യൻറ്റ് ഹീറ്റ് കൊടുത്താൽ മതി ഈ വാട്ടറിന് വേപ്പർ ആവാൻ. പക്ഷേ ഇത് സൂപ്പർ കൂൾഡായിട്ടുള്ള വാട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഹീറ്റ് കൊണ്ട് ഇത് വേപ്പർ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റീജനറേറ്റീവ് സൈക്കിൾ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനെയും കൂടി ഒന്ന് എന്താ വേപ്പർ സ്റ്റേറ്റിലേക്ക് അല്ലേ. സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിനെയും കൂടി വേപ്പർ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയാണ്. റീജനറേഷൻ എന്ന് പറയുന്നത് എന്താ ഹീറ്റിംഗ് ദി ഫീഡ് വാട്ടർ ബൈ സ്റ്റീം ടേക്കൻ ഫ്രം ദി ടർബൈൻ. ടർബൈനിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക ആ വാട്ടറിനെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റീം എക്സോസ്റ്റ് ചെയ്യുന്ന സംഭവത്തിന് ഒന്നുകൂടി നമ്മളെന്താ അല്ലേ പ്രോസസ്സ് ചെയ്യാൻ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനീഷ്യലി നമ്മളെന്താണ് ബോയിലറിൽ നിന്ന് വരുന്ന വാട്ടർ ഇപ്പോൾ ഒരു 1 കിലോഗ്രാം എന്ന് സപ്പോസ് ചെയ്തോ, അതിൽ നിന്ന് എന്ത് ചെയ്യും കുറച്ച് വാട്ടർ നമ്മൾ മാറ്റി വെച്ച് ഒരു m കിലോഗ്രാം, ബാക്കിയുള്ള 1 - m കിലോഗ്രാം ആണ് ഈ ടർബൈനിൽ കറങ്ങിയിട്ട് നമുക്ക് എന്താണ് കണ്ടൻസറിൽ വരും. കണ്ടൻസറിൽ നിന്ന് അതിൻ്റെ ഹീറ്റ് റിമൂവ് ചെയ്തിട്ട് എന്താ പമ്പിലേക്ക് എത്തിക്കും. പമ്പിൽ നിന്ന് നമ്മൾ എന്താ ബോയിലറിലേക്ക് പോണതിന് മുമ്പ് നേരത്തെ റിമൂവ് ചെയ്ത ആ ഒരു m കിലോഗ്രാം അല്ലേ ഇത് ഈ ടർബൈനിൽ കയറുന്നതിൻ്റെ അവിടെ m കിലോഗ്രാം നമ്മൾ മാറ്റിയായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മളെന്താ വർക്ക് ചെയ്യിക്കും. ആ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും പിന്നെയും ബോയിലറിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താ ഒന്നും കൂടി അതിനെ ഹീറ്റ് ചെയ്തിട്ട് പ്രോപ്പർ വാട്ടർ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടായിരിക്കും എന്ത് ഈ പമ്പ് വെച്ച് നമ്മളെന്താ ബോയിലറിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മളെന്ത് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ദി ഫീഡ് വാട്ടർ ബൈ ദി സ്റ്റീം ടേക്കൻ ഫ്രം ദി ടർബൈൻ. ഈ ടർബൈനിൽ നിന്ന് എടുത്ത ആ ഒരു സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്ത് ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് റീജനറേഷൻ എന്ന് പറയുന്നത്. സോ സെയിം തിങ് നമ്മളോട് TS ഡയഗ്രാം പറഞ്ഞിട്ടുണ്ട്. HS ഉണ്ട് നമുക്ക് TS ഉണ്ട്. TS ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. സോ TS ഡയഗ്രാം നമ്മൾ നോക്കിയാൽ നടത്തും 2 സ്റ്റേറ്റ് നിങ്ങൾക്ക് കാണും. ഒന്ന് ആ ഫീഡ് വാട്ടറിൻ്റെയാണ്, ഒന്ന് നേരത്തെ സ്റ്റേജാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള TS ഡയഗ്രാം വരയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അതിൻ്റെ ഓരോ പോയിന്റിലും എന്താ നടക്കണമെന്ന് പറയുക. അതിനനുസരിച്ച് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുക.
ക്ലിയർ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്. അപ്പോൾ പാർട്ട് എയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വരുന്നില്ല. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ പോയിന്റ്സ്, ഞാൻ ഇതിൽ അഡ്വാൻറ്റേജസ് ഓഫ് റീജനറേറ്റീവ് സൈക്കിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതണമെന്നില്ല, മെയിനായിട്ട് ആ പ്രോസസ്സാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ റീജനറേഷൻ ഉള്ളതുകൊണ്ട് ഇന്ന അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞ് 2 പോയിന്റ് കൊടുക്കുക. നമ്മൾ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായതാണ്. ഓക്കെ, സോ ഇത്രയും നമ്മുടെ മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. സോ മോഡ്യൂൾ 2, 3, 4, 5 ഒക്കെ നമുക്ക് അടുത്ത സെഷൻസിൽ വരുന്നതാണ്. സോ കീപ് വാച്ചിങ് വൺസ്. താങ്ക് യു.